Hello friends and welcome to my channel Biomate. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc Botany Angiosperm Anatomy എന്ന ടോപ്പിക്കിലുള്ള കോംപ്ലക്സ് ടിഷ്യൂസിലെ സൈലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സൈലവും ഉണ്ട് ഫ്ലോയും ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈലമാണ്. സൈലം തന്നെ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് സൈലം ഇങ്ങനെ ഒറ്റ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫ്ലോയത്തിൻ്റെ ഫുൾ ക്ലാസിഫിക്കേഷൻസും ഫങ്ഷൻസും എല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ biomate.online@gmail.com എന്നൊരു ഒരു ഇമെയിൽ ID ഉണ്ട്. അപ്പം ഈ ഇമെയിലിലേക്ക് നിങ്ങൾ മെയിലായിട്ട് അയച്ചാൽ മതി. ആർക്കാണോ ഏത് പാർട്ടാണോ ഞാൻ ചെയ്ത വീഡിയോസിൽ ആ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടത്, ആ നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ biomate.online@gmail.com സ്പെല്ലിങ് തെറ്റിപ്പോകണ്ട, ഇങ്ങനെ തന്നെ ഈ മെയിൽ IDയിലേക്ക് തന്നെ നിങ്ങൾ അയയ്ക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോംപ്ലക്സ് ടിഷ്യൂസ് നമുക്കറിയാം. കോംപ്ലക്സ് ടിഷ്യൂസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ സൈലം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഫ്ലോയം. സൈലത്തിൽ ട്രക്കേറ്റ്സ് ഉണ്ട്, സൈലം വെസൽസ് ഉണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്, സൈലം പാരൻകൈമ ഉണ്ട്. ഫ്ലോയത്തിലാണെങ്കിൽ ഫ്ലോയം സീവ് എലമെൻറ്റ്സ് ഉണ്ട്, കമ്പാനിയൻ സെൽസ് ഉണ്ട്, ഫ്ലോയം പാരൻകൈമയുണ്ട്, ഫ്ലോയം ഫൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. Then complex tissues is the heterogeneous group of living and dead cells. Its cells differ in size, shape and structure and origin. So simple tissues എന്നുള്ള പാർട്ട് നമ്മൾ ഓൾറെഡി ഫുള്ളി ഡിസ്കസ് ചെയ്തു. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഹെട്രോജിനിയസ് ഗ്രൂപ്പ് ഓഫ് ലിവിങ് ആൻഡ് ഡെഡ് സെൽസ് ആണ്. ഹോമോജിനിയസ് ഗ്രൂപ്പാണ് സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഹെട്രോജിനിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സെൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒന്നിലധികം സെൽസ് ഉള്ള ഗ്രൂപ്പാണ് ഏത് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ ഈ സെൽസ് ഡിഫർ ഇൻ സൈസ്, ഷേപ്പ്, സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ അല്ലേ. അപ്പം സെൽസിൻ്റെ ഷേപ്പിലും സൈസിലും സ്ട്രക്ചറിലും ഒറിജിനിലും എല്ലാം ഡിഫറൻസ് ഉണ്ട്. എന്തിനാണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ അതിന് ഡിഫറൻസ് ഉള്ളത്. സോ നമുക്ക് സൈലം എന്താണെന്ന് നോക്കാം. സൈലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസും ഫങ്ഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So xylem is the conducting tissues of vascular plants responsible for the upward conduction of water. It also provides support to the plant body and serves as a storage tissue. Xylem can be classified generally into primary xylem and secondary xylem, where primary xylem develops from procambium during the primary growth and secondary xylem develops from the vascular cambium during the secondary growth. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് സൈലം എന്ന് പറയുന്നത്? സൈലത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വാസ്കുലർ പ്ലാന്റ്സിൽ കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്ന പാർട്ടാണ് സൈലം എന്ന് പറയുന്നത്. കണ്ടക്ഷൻ എന്തിൻ്റെ കണ്ടക്ഷനാണ്? വാട്ടറും ബാക്കിയുള്ള സോലുബിൾസിൻ്റെയൊക്കെ റൂട്ടിൽ നിന്നുള്ള അപ്വേർഡ് കണ്ടക്ഷനാണ് സൈലം കാരണമാകുന്നത്. So, xylem is the conductive tissue of vascular plants which is responsible for the upward conduction of the water and other soluble things from എവിടം തൊട്ടാണ്? From root to the other parts of the plants or leaves എന്നും പറയാം. And it also provides a support to the plant body and serves as a storage tissue. പ്ലാന്റ് ബോഡിക്ക് ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കും. സെൽ തിക്കണിങ് ഒക്കെ വെച്ചാണ് ഇങ്ങനെ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ആൾസോ സർവ്സ് എ സ്റ്റോറേജ് ടിഷ്യൂ. വാട്ടറിനെ കണ്ടക്ട് ചെയ്യുന്നത് മാത്രമല്ല, വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നതും ആരുണ്ട്? സൈലത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൈലം ആക്ട് ചെയ്യുന്നുണ്ട്. സോ ജനറലി സൈലത്തിന് നമുക്ക് പ്രൈമറി സൈലം എന്നും സെക്കൻഡറി സൈലം എന്നും പറയാം. പ്രൈമറി സൈലം എന്ന് പറഞ്ഞാൽ പ്രോകാമ്പിയത്തിൽ നിന്നും പ്രൈമറി ഗ്രോത്ത് സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രൈമറി സൈലം. ഇനി സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് വാസ്കുലർ കാമ്പിയത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് സെക്കൻഡറി സൈലം. സിമ്പിളാണ്. പ്രൈമറി ഗ്രോത്തിൻ്റെ സമയത്താണ് നമുക്ക് പ്രോകാമ്പിയം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രോകാമ്പിയത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൈലമാണ് പ്രൈമറി സൈലം. ഇനി സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ അപ്പോൾ പ്രൈമറി ഗ്രോത്തും ഉണ്ട്, സെക്കൻഡറി ഗ്രോത്തും ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നതുമാണ്. സോ പ്രൈമറി ഗ്രോത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന പ്രോകാമ്പിയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രൈമറി സൈലം. ഇനി സെക്കൻഡറി ഗ്രോത്തിലെ വാസ്കുലർ കാമ്പിയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് സെക്കൻഡറി സൈലം. സോ ഇതാണ് പ്രൈമറി സൈലവും സെക്കൻഡറി സൈലവും. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സൈലത്തിന് നമുക്ക് അറിയാം 4 ആയിട്ടാണ് അതിൻ്റെ പാർട്സ് ഉള്ളത്. ഒന്ന് സൈലം ട്രക്കേറ്റ്, സൈലം വെസൽസ്, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. ഫസ്റ്റ് നമുക്ക് ട്രക്കേറ്റ്സ് നോക്കാം. Tracheids are elongated tube-like or dead cells, tapered and oval rounded, thick walls, lignified, large and empty lumen, without protoplasm. End walls are provided with bordered pits.
Truncates of primary xylem develops from the procambium and truncates of secondary xylem develop from the vascular cambium. സോ ട്രക്കേറ്റ്സ് എന്തെന്ന് പറഞ്ഞാൽ ട്രക്കേറ്റ്സിൻ്റെ ഷേപ്പാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ട്രക്കേറ്റ്സിൻ്റെ സെൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് ഷേപ്പാണ് ട്രക്കേറ്റ്സിനുള്ളത്. രണ്ട് എൻഡും ടാപ്പേഡാണ്, ടാപ്പറിങ് എൻഡാണ്. മാത്രമല്ല ഇത് ഡെഡ് സെൽസും ആണ്. ഓവൽ അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് സ്ട്രക്ചറാണ് കാണിക്കുന്നത്. പിന്നെ അതിനെന്താ തിക്കായിട്ടുള്ള വോൾസാണ്, ലിഗ്നിഫൈഡ് ആണ്, ലിഗ്നിൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. പിന്നെ ലാർജ് എംറ്റി ലൂമൻസും അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഞാൻ വരച്ചിട്ടുള്ളതിനെ ജസ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നോക്കൂ, ബോർഡേഡ് ആയിട്ടുള്ള പിറ്റ്സ് ഉണ്ട്, നടുക്ക് ലാർജ് ആയിട്ടുള്ള ലൂമൻ ഉണ്ടല്ലോ. അപ്പോൾ സെൽവാളുണ്ട്. സെൽവാൾ കണ്ടു തിക്ക് വാളാണ്, ലിഗ്നിഫൈഡ് ആയിട്ടുള്ള സെൽവാളാണ്. ഇടയ്ക്ക് പിറ്റ്സ് കാണുന്നുണ്ട്. പിന്നെ നടുക്ക് ഒരു ലാർജ് സെൻട്രൽ ലൂമൻ ഉണ്ട്, കണ്ടോ. അപ്പം ഇതാണ് ഒരു ബേസിക് ട്രക്കേൻ്റെ സ്ട്രക്ചർ. ഇനി ഇവർക്ക് പ്രോട്ടോപ്ലാസ്റ്റും വിത്തൗട്ട് പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. പ്രോട്ടോപ്ലാസ്റ്റ് പ്രസൻ്റ് അല്ല. എൻഡ് വാൾസ് ആർ പ്രൊവൈഡഡ് വിത്ത് ബോർഡേഡ് പിറ്റ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ബോർഡേഡ് ആയിട്ടുള്ള ഒരു പിറ്റ്സ്. അപ്പോൾ ബോർഡേഡ് ആയിട്ടുള്ള ബോർഡർ ഉള്ള പിറ്റ്സ് ആണ് അവിടെ എൻസിലുള്ളത്. അപ്പോൾ എൻസ് എല്ലാം കണക്ട് ചെയ്താണല്ലോ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു സെല്ലാണ്, ഇനി അടുത്തൊരു സെല്ല് ഈ സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ കണക്ട് ചെയ്യുന്ന കണക്ഷൻ ബോർഡേഴ്സ് പിറ്റ്സ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈമറി സൈലം ഡെവലപ്പ് ചെയ്യുന്നത് പ്രോകാമ്പിയത്തിൽ നിന്നാണല്ലേ. അതുപോലെ പ്രൈമറി സൈലത്തിലെ ട്രക്കേറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രോകാമ്പിയത്തിൽ നിന്നാണ്. സെക്കൻഡറി സൈലത്തിലെ ട്രക്കേറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് വാസ്കുലാർ കാമ്പിയത്തിൽ നിന്നാണ്. അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ട്രക്കേറ്റ്സിൻ്റെ ഫങ്ഷൻസ്. സോ സൈലത്തിൽ ഓരോന്നും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. ഇനി ട്രക്കേൻ്റെ ഫങ്ഷൻ എന്താണ്? അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് മിനറൽസ്, പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ബൈ വിർച്യൂ ഓഫ് ദ ഹാർഡ് ആൻഡ് ഫേം സെക്കൻഡറി വോൾസ്. സോ ട്രക്കേറ്റ്സ് അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടറും മിനറൽസിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഫങ്ഷൻ ഉള്ളത്. അത് മാത്രമല്ല ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹാർഡ് ഫേം സെക്കൻഡറി ഹാർഡായിട്ടുള്ള സെക്കൻഡറി വോൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു, തിക്ക് വാൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അവർക്ക് ഒരു മെക്കാനിക്കൽ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് വെസൽസ്. So xylem vessels are long and cylindrical conducting tubes. End walls are either perforated or dissolved. It loses their protoplast and becomes dead due to the deposition of lignin on their secondary walls. A vessel is formed of longitudinal rows of elongated and cylindrical trachyary or conducting cells called vessel members or vessel elements or the vessel units. End walls between two successive vessel elements is called perforation plates. സോ സൈലം വെസൽസ് എന്ന് പറയുന്നത് ലോങ് സിലിണ്ട്രിക്കൽ കണ്ടക്റ്റിംഗ് ട്യൂബ് കണക്ക് ഷേപ്പാണ് സൈലം വെസൽസിനുള്ളത്. ഇനി അവരുടെ എൻഡ് വോൾസ് ഒന്നേ പെർഫറേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആയിരിക്കും. പെർഫറേഷൻ എന്താണ് നമ്മൾ പഠിക്കും. അപ്പം സൈലം വെസൽസും ഇതുപോലെ കണക്ട് ചെയ്താണ് പോകുന്നത്. ഓരോ സെൽസിൻ്റെയും എൻഡിലായിട്ട് ഒന്നേ അത് പെർഫറേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആയിരിക്കും. അതെന്താണ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഒന്നേ പെർഫറേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആയിരിക്കും. ഇനി അവർ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ലിഗ്നിൻ്റെ ഡിപ്പോസിഷൻ മൂലം അവരുടെ പ്രോട്ടോപ്ലാസ്റ്റ് നഷ്ടപ്പെടുകയും ഡെഡ് സെൽസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. Then a vessel is formed of longitudinal rows of elongated and cylindrical trachyary or conducting cells called vessel members or the vessel elements or vessel units. പിന്നെ ഈ വെസൽസ് ഫോം ചെയ്യുന്നത് ഒരു ലോങ്റ്റ്യൂണൽ റോസ്, അവർ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ലോങ്റ്റ്യൂണൽ റോസ് അല്ലെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ ട്രക്കേറി സെൽസ് അവിടെ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് വെസൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ വെസൽ യൂണിറ്റ്സ്. സോ വെസൽസിൽ തന്നെ ഫോം ചെയ്യുന്ന ഒരു കണ്ടക്റ്റിംഗ് സെൽസ് എന്നേ പറയുന്നുള്ളൂ. അതിനെയാണ് വെസൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ വെസൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എൻഡ് വാൾസ് ഒന്നേ പെർഫറേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആയിരിക്കും. അപ്പോൾ സക്സസീവ് വെസൽ എലമെൻറ്റ്സിൻ്റെ ഇടയിൽ എൻഡ് വാൾസ് പെർഫറേറ്റഡ് ആണെങ്കിൽ അവിടെയുള്ള പ്ലേറ്റാണ് പെർഫറേറ്റഡ് പ്ലേറ്റ് അല്ലെങ്കിൽ പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ പെർഫറേഷൻ പ്ലേറ്റ് എന്ന് നോക്കാം. It is the plate-like or the porous end walls between adjacent vessel members in xylem vessels. In perforation plate, the end walls almost completely dissolved and leaving a large single opening. In multiple perforation plate, the end wall has several small openings.
സോ പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ പോറസ് എൻഡ് വാളാണ് കാണുന്നത്. ഇപ്പോൾ സൈലം വെസൽസ് അറ്റാച്ച് ചെയ്ത് പോകുന്നു. എന്തിനാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോകുന്നത്? വാട്ടറിനെ കണ്ടക്ട് ചെയ്യണ്ടേ, വാട്ടറിനെ മൂവ് ചെയ്യണ്ടേ. അപ്പോൾ ആ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിന് വേണമെങ്കിൽ ഈ വെസൽസ് എല്ലാവരും അല്ലെങ്കിൽ ട്രക്കേറ്റ്സ് എല്ലാം എന്ത് ചെയ്യണം? ചേർന്നിരിക്കണം. അപ്പോൾ ആ എൻഡിൽ വെസൽസ് ചേരുന്നതിൻ്റെ എൻഡിലായിട്ട് ഒരു പോറസ് എൻഡ് വാൾസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് പോറസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്പ് ഓഫ് പെർഫറേഷൻ പ്ലേറ്റ് ഉണ്ട്. ഒന്ന് സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റും 2 മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റും. ഇനി സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് ആണെങ്കിൽ എൻഡ് വാൾസിൽ ഓൾമോസ്റ്റ്ലി കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ആയിരിക്കും. ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ കാണത്തുള്ളൂ. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒരുപാട് ഓപ്പണിംഗ് കാണും. അപ്പോൾ ഒരു സിംഗിൾ ഓപ്പണിംഗ് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണെങ്കിൽ ഏതാ പറയുക? സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റും. ഒരുപാട് പ്ലേറ്റിലേക്ക് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റുമാണ്. ഇപ്പോൾ നമ്മൾ ഫിഗറിലേക്ക് നോക്കൂ. സിമ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് നോക്കൂ, ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ ആ എൻഡിൽ. ഇനി മൾട്ടിപ്പിൾ പെർഫറേഷൻ പ്ലേറ്റ് ആണെങ്കിൽ ആ എൻഡിൽ ഒരുപാട് ഓപ്പണിങ്സും കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ്? വെസൽ എലമെൻസിലാണ് കാണുന്നത്. ഈ നെക്സ്റ്റ് വൺ ഈസ് ഇനി പിറ്റ്സ്. അപ്പോൾ പെർഫറേഷൻ പ്ലേറ്റ്സ് പിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വെസൽസ് പിറ്റഡ് ആണ്. 4 ടൈപ്പ് ഓഫ് പിറ്റ്സ് ആണ് മെയിൻലി കാണുന്നത്. ഫസ്റ്റ് ഈസ് ദ ഇൻ്റർവാസ്കുലാർ പിറ്റ്സ്, സ്കാലാരിഫോം പിറ്റ് ആൻഡ് ഓപ്പോസിറ്റ് പിറ്റിംഗ് ആൻഡ് ആൾട്ടർനേറ്റ് പിറ്റിംഗ്. അപ്പോൾ പിറ്റ്സ് അല്ലെങ്കിൽ സുഷിരങ്ങളെന്നും പറയാം. അപ്പോൾ പെർഫറേഷൻ പ്ലേറ്റ്സിൽ പിറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വെസൽസിൽ പിറ്റ്സ് പ്രസൻ്റ് ആണ്. അപ്പം 4 ടൈപ്പ് ഓഫ് പിറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. അത് അറേഞ്ച്മെൻറ്റ് അനുസരിച്ചാണ് പറയുന്നത്. ഇനി ഇൻ്റർവാസ്കുലാർ പിറ്റ്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡെവലപ്ഡ് പിറ്റ് പെയേഴ്സ് യൂഷ്വലി പ്രസൻറ്റ് ബിറ്റ്വീൻ 2 ട്രക്കേറി പിറ്റ്സ്. അപ്പോൾ ട്രക്കേറി പിറ്റ്സിനെ ബിറ്റ്വീൻ ആയിട്ട് പിറ്റ് പെയേഴ്സ് കാണുന്നതാണ് ഇൻ്റർവാസ്കുലാർ പിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സ്കാലറിഫോം പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ഇൻ വിച്ച് ദ ബോർഡേഡ് പിറ്റ്സ് ആർ ട്രാൻസ്വേഴ്സ്ലി എലോങ്ങേറ്റഡ് ആൻഡ് അറേഞ്ച്ഡ് ആസ് ദി ലോങ്ങിറ്റ്യൂഡിനൽ റോസ് അലോങ് ദി എലമെൻറ്റ്സ്. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനലി ട്രാൻസ്വേഴ്സ്ലി എലോങ്ങേറ്റഡ് ആയിട്ടുള്ള പിറ്റ്സ് ആണ് സ്കാലറിഫോം പിറ്റ് എന്ന് പറയുന്നത്. അറേഞ്ച് ചെയ്തേക്കുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ റോസിലായിരിക്കും, ട്രാൻസ്വേഴ്സ്ലി എലോങ്ങേറ്റഡ് ആയിരിക്കും. ഇതൊന്നും ഡയറക്റ്റായിട്ട് പിറ്റ്സ് ഒന്നും ചോദിക്കത്തില്ല. essay മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ഈ സൈലമൊക്കെ ചോദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ പിറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇനി ഓപ്പോസിറ്റ് പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കൽ പിറ്റ്സ് ഇൻ ഹൊറിസോണ്ടൽ റോസ്. ഹൊറിസോണ്ടൽ റോയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് പിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡയഗണൽ റോസിലാണെങ്കിൽ അത് ആൾട്ടർനേറ്റ് പിറ്റിംഗ്. അത്രമാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി വെസൽസിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ട്രക്കേറ്റ്സിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, ട്രക്കേറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, നമ്മൾ വെസൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി വെസൽസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. വെസൽസ് ആർ ദ ചീഫ് കണ്ടക്ടിങ് എലമെൻറ്റ്സ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ്, പർട്ടിക്കുലർലി ഇൻ ആൻജിയോസ്പേംസ്. ദേ കണ്ടക്ട് വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് മിനറൽ ന്യൂട്രിയൻസ്. ഫസ്റ്റ് ഫങ്ഷൻ എന്താ? വാട്ടറിനെയും മിനറൽ ന്യൂട്രിയൻസിനെയും ഡിസോൾവ് ചെയ്യുന്നു. അത് സൈലത്തിൻ്റെ ഫങ്ഷൻ തന്നെയാണത്. ഇനി വെസൽസ് ചീഫ് കണ്ടക്ടിങ് എലമെൻറ്റ്സ് ആണ്. ട്രക്കേറ്റ്സിനെ കാട്ടി വെസൽസ് ആണ് കുറച്ചും കൂടെ ചീഫായിട്ടുള്ള കണ്ടക്ടിങ് എലമെൻറ്റ്സ്. മെയിനായിട്ട് ആൻജിയോസ്പേംസിലാണ് ഇവർ ചീഫായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ട്രക്കേറ്റ്സിനെ പോലെ തന്നെ ഇവർ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടൈപ്സ് ഓഫ് വുഡ്സ് ഉണ്ട്. ഒന്ന് നോൺ പോറസ് വുഡ്സും 2 പോറസ് വുഡ്സും. നോൺ പോറസ് വുഡ്സും ഈ പോറസ് വുഡ്സും ഇങ്ങനെ പേര് വരാനുള്ള കാരണം വെസൽസിൻ്റെ ആബ്സെൻസും പ്രസൻസും വെച്ചാണ്. അതിൽ നോൺ പോറസ് വുഡ് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് വെസലായിരിക്കും, പോറസ് വുഡ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് വെസലായിരിക്കും. ജസ്റ്റ് നോക്കി വെച്ചാൽ ജസ്റ്റ് 1 മാർക്കിന് എങ്ങനെ ചോദിച്ചാൽ എഴുതാം, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കി വെച്ചേക്കാം, സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് അറിയാം നമുക്ക് ഏതാ? Xylem Fibers. Sclerenchyma fibers seen in association with the xylem, also called as the wood fibers, elongated, terminally tapered, thick-walled dirt cells, lignified secondary wall, narrow lumen and boarded pits. സോ സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത് സ്ക്ലീറൻകൈമാറ്റസ് ടിഷ്യൂ ആണ്. സ്ക്ലീറൻകൈമാറ്റസ് ഫൈബേഴ്സ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സൈലത്തിൽ അസോസിയേറ്റഡ് ആയിട്ട് ആണ് ഇവർ കാണുന്നത്, അതുകൊണ്ടാണ് ഇവർ സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ദ സ്ക്ലീറൻകൈമാറ്റസ് ഫൈബർ സീൻ ഇൻ അസോസിയേഷൻ വിത്ത് സൈലം. ഇതിനെ വുഡ് ഫൈബേഴ്സ് എന്ന് പറയും. ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് ആണ്, ടെർമിനലി ടാപ്പേർഡ് ആണ്, മാത്രമല്ല തിക്ക് വാൾഡ് ആണ്, ഡെഡ് സെൽസ് ആണ്, ലിഗ്നിഫൈഡ് സെക്കൻഡറി വോൾസ് ആണ്, നാരോ ലൂമൻ ആണ്, ബോർഡഡ് പിറ്റ്സ് ആണ്. സിമ്പിൾ അല്ലേ? ഇത് സെയിം ലൈക്ക് ഓഫ് ഏതാ പറയുക? ട്രക്കേറ്റ്സിനെ പോലെ തന്നെയാണ്. ഇനി 2 ടൈപ്പ് ഓഫ് സൈലം ഫൈബേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഫൈബർ ട്രക്കൈറ്റ്സും നെക്സ്റ്റ് വൺ ഈസ് ദ ലിബ്രിഫോം ഫൈബേഴ്സും. ഫൈബർ ട്രക്കൈറ്റ്സ് എന്ന് പറയുന്നത് നെയ്തർ ട്രൂ ഫൈബേഴ്സ് നോർ ട്രൂ ട്രക്കേറ്റ്സ് ആണ്, ബട്ട് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദം. ട്രൂ ഫൈബേഴ്സും അല്ല, ട്രൂ ട്രക്കേഴ്സും അല്ല, അവർക്ക് രണ്ടിൻ്റെയും ഇടയിലായിട്ട് പറയപ്പെടുന്ന ഒരു ഫൈബറാണ് ഫൈബർ ട്രക്കേറ്റ്സ് എന്ന് പറയുന്നത്. In libriform fibers are true fibers which shows all the characteristics of sclerenchymatous fibers.
ഇപ്പോൾ സ്ക്ലീറോഗമാറ്റസ് ഫൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ വുഡ് ഫൈബേഴ്സിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും കാണിക്കുന്ന ട്രൂ ആയിട്ടുള്ള ഫൈബറാണ് ലിബ്രിഫോം ഫൈബർ. ട്രൂ ആയിട്ടുള്ള ട്രക്കേറ്റ്സും അല്ല, ട്രൂ ആയിട്ടുള്ള ഫൈബേഴ്സും അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാണുന്നതാണ് ഫൈബർ ട്രക്കേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സൈലം ഫൈബറിൻ്റെ ടോപ്പിക്കല്ല, സൈലം വെസൽസിൻ്റെയാണ്. അതായത് സൈലം വെസൽ അല്ലെങ്കിൽ വെസൽ എലമെൻസിൻ്റെ തിക്കണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുകൊണ്ടാണ് ഞാൻ വേറൊരു ഹെഡിങ് ആയിട്ട് അത് പറഞ്ഞത്. അപ്പോൾ സൈലം വെസൽസ് അല്ലെങ്കിൽ വെസൽ എലമെൻസിൻ്റെ മെയിനായിട്ട് 5 ടൈപ്പ് ഓഫ് തിക്കണിങ്സ് ആണ് കാണുന്നത്. First one is the annular thickening, second one is the spiral or the helical thickening, third one is reticulate thickening, fourth one is the scalariform thickening and fifth one is the pitted thickening. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ തിക്കണിങ്സ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കും. So annular thickening is the ring-like thickening on the cell wall by the deposition of lignin in the form of isolated rings. സോ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറാണ് ആനുലാർ തിക്കണിംഗ് എന്ന് പറയുന്നത്. ലിഗ്നിൻ്റെ ഡിപ്പോസിഷൻ മൂലം ഐസൊലേറ്റഡ് ആയിട്ട് ഒരു റിംഗ് ലൈക്ക് തിക്കണിങ്, ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുന്ന തിക്കണിംഗ് ആണ് ആനുലാർ തിക്കണിംഗ് എന്ന് പറയുന്നത്. ഇനി സ്പൈറൽ ഓർ ഹെലിക്കൽ തിക്കണിംഗ് ആണെങ്കിൽ തിക്കണിംഗ് മെറ്റീരിയൽ ഈസ് ഡിപ്പോസിറ്റ് ഇൻ ദ ഫോം ഓഫ് സ്പൈറൽ ഓർ ഹെലിക്കൽ ബാൻഡ്സ്. അപ്പോൾ സ്പൈറൽ ഷേപ്ഡ് ആയിട്ട് തിക്കണിംഗ് മെറ്റീരിയൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ തിക്കണിംഗ് എന്ന് പറയുന്നത്. റെക്ടിക്കുലേറ്റ് തിക്കണിംഗ് എന്ന് പറഞ്ഞാൽ തിക്കണിംഗ് മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ഇൻ ദ ഫോം ഓഫ് നെറ്റ്വർക്ക്. ചുമ്മാ ജസ്റ്റ് ഒരു നെറ്റ്വർക്കായിട്ട് ഒരു അറേഞ്ച്മെൻറ്റും ഇല്ലാതെ ജസ്റ്റ് ഒരു നെറ്റ്വർക്കായിട്ട് തിക്കണിംഗ് അല്ല ഡിപ്പോസിഷനും ഉള്ളതാണ് റെക്ടിക്കുലേറ്റ് തിക്കണിംഗ് എന്ന് പറയുന്നത്. സ്കാലറിഫോം തിക്കണിംഗ് എന്ന് പറഞ്ഞാൽ ലാഡറായിട്ട് തിക്കണിംഗ് ഫോം ചെയ്യുന്നതാണ്. ലാഡറിൻ്റെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ തിക്കണിംഗ് ഫോം ചെയ്യുന്നതാണ് ലാഡർ ലൈക്ക് തിക്കണിംഗ്. പിറ്റഡ് തിക്കണിംഗ് എന്ന് പറഞ്ഞാൽ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള തിക്കണിങ്സും ഉണ്ട്, നോൺ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള തിക്കണിങ്സും ഉണ്ട് ഈ പിറ്റഡ് തിക്കണിങ്ങിൽ. അതിൽ ചില അൺതിക്കൺഡ് ആയിട്ടുള്ള ഏരിയാസും കാണും, അതിനെയാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. സോ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റഡ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്, ഡിപ്പോസിഷൻ ഇല്ലാത്ത ഏരിയാസും ഉണ്ട്. അപ്പോൾ ഡിപ്പോസിഷൻ ഇല്ലാത്ത ഏരിയാസിലായിട്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെ ഇടയിലായിട്ട് അൺതിക്കൺഡ് ആയിട്ടുള്ള ഏരിയാസിൽ പിറ്റ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ പിറ്റ്സ് കാണപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് പിറ്റഡ് തിക്കണിങ് എന്ന് പറയുന്നത്. And they may be arranged in the either in form of opposite or in the alternate patterns. ഒന്നീ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഫോമായിട്ട് ഫോം ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് പിറ്റഡ് തിക്കണിങ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ പിറ്റഡും ഉണ്ട്, ബോർഡഡ് പിറ്റഡും ഉണ്ട്. സിമ്പിളായിട്ട് സിമ്പിൾ പിറ്റ്സ് ഉണ്ട്. ഇനി പിറ്റ്സിൻ്റെ ചുറ്റുമായിട്ട് ബോർഡഡ് ആയിട്ടുള്ള പിറ്റ്സും ഉണ്ട്. ഇനി നമുക്ക് ആ ഫിഗർ നോക്കി ഒന്നും കൂടെ മനസ്സിലാക്കാം. നോക്കൂ, ആനുലാർ തിക്കണിംഗ് എന്ന് പറഞ്ഞാൽ റിംഗ് ഇങ്ങനെ ഐസൊലേറ്റഡ് റിങ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ആനുലാർ തിക്കണിംഗ്. കണ്ടോ, അപ്പോൾ റിംഗ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നു, അതാണ് എ പാർട്ട്. ഇനി ബി എന്ന് പറയുന്നത് സ്പൈറൽ തിക്കണിംഗ്. നോക്കൂ, സ്പൈറൽസ് ഫോം ചെയ്യുക, ലൈക്ക് നമ്മൾ DNA-യുടെ അകത്ത് സ്പൈറലില്ലേ അതുപോലെ സ്പൈറലായിട്ട് ഫോം ചെയ്യുന്നതാണ് സ്പൈറൽ തിക്കണിംഗ്. ഇനി സ്കാലറിഫോം തിക്കണിംഗ് എന്ന് പറയുന്നത് നോക്കൂ, ലാഡറിൻ്റെ സ്റ്റെപ്പ് പോലെ ലാഡറിലേക്ക് തിക്കണിംഗ് ആണ് സ്കാലറിഫോം തിക്കണിംഗ്, ദാറ്റ് ഈസ് എ സി പാർട്ട്. ഡി എന്ന് പറയുന്നത് റെക്ടിക്കുലേറ്റ് തിക്കണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നെറ്റ്വർക്കായിട്ട് സെൽസിലെ ടിഷ്യൂസിലെ സെൽസിനെ പോലെ ഇങ്ങനെ ജസ്റ്റ് നെറ്റ്വർക്കായിട്ട് തിക്കണിംഗ് കാണുന്നതാണ് റെക്ടിക്കുലേറ്റ് തിക്കണിംഗ്. ലാസ്റ്റ് വൺ ഈസ് ദ പിറ്റഡ് തിക്കണിംഗ്. പിറ്റഡ് തിക്കണിംഗ് എന്ന് പറഞ്ഞാൽ പിറ്റ്സ് ഫോം ചെയ്യുന്നു. അപ്പം തിക്കണിംഗ് ഉള്ള ഏരിയാസും ഉണ്ട്, തിക്കണിംഗ് ഇല്ലാത്ത ഏരിയാസും ഉണ്ട്. ഞാൻ തിക്കൺഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഒരു സുഷിരങ്ങൾ പോലെ പിറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ സിമ്പിൾ പിറ്റ്സും ഉണ്ട്, ബോർഡഡ് പിറ്റ്സും ഉണ്ട്. സിമ്പിൾ പിറ്റ്സ് എന്ന് പറയുന്നത് ഈ ആണ്. സിമ്പിൾ പിറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് സുഷിരങ്ങളാണ്. ഇനി ആ സുഷിരത്തിന് തന്നെ എന്തുണ്ട്, ബോർഡറിങ് ഉണ്ടെങ്കിൽ അതിനെയാണ് ബോർഡേഡ് പിറ്റ്സ് എന്ന് പറയുന്നത്, അതാണ് എഫ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് തിക്കണിങ്സ് ഇൻ ദ വെസൽ എലമെൻറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തിക്കണിങ് ഇൻ ദ വെസൽ എലമെൻറ്റ്സ്. ലാസ്റ്റ് പാർട്ട് എന്താ പറയുക, സൈലം പാരൻകൈമ. അപ്പം നമ്മൾ ട്രക്കേറ്റ്സ് പറഞ്ഞു, വെസൽസ് പറഞ്ഞു, സൈലം ഫൈബേഴ്സ് പറഞ്ഞു, നെക്സ്റ്റ് ഈസ് സൈലം പാരൻകൈമ. സൈലം പാരൻകൈമ പ്രസൻറ്റ് ഇൻ ദ പ്രൈമറി ആസ് വെൽ ആസ് ദ സെക്കൻഡറി സൈലം. Thin-walled and non-lignified. In secondary xylem it forms a medullary race. Two types of xylem parenchyma, wood parenchyma and ray parenchyma. Wood parenchyma formed by the fusiform cambial initials and ray parenchyma formed by the ray initials of the cambium. സോ പാരൻകൈമ എന്ന് പറഞ്ഞാൽ പ്രൈമറി സൈലത്തിലും സെക്കൻഡറി സൈലത്തിലും പ്രസൻ്റ് ആണ്. തിക്ക് വാൾഡ് അല്ല സൈലം പാരൻകൈമ, തിൻ വാൾഡ് ആണ്, ലിഗ്നിഫൈഡ് അല്ല, നോൺ ലിഗ്നിഫൈഡ് ആണ്. സോ ഇൻ സെക്കൻഡറി സൈലത്തിലാണെങ്കിൽ അതൊരു മെഡുലറി റേസ് ആയിട്ടൊക്കെ ഫോം ചെയ്യും. രണ്ട് ടൈപ്സ് ഓഫ് സൈലം പാരൻകൈമയുണ്ട്, വുഡ് പാരൻകൈമയും റേ പാരൻകൈമയും. വുഡ് പാരൻകൈമ ഫോം ചെയ്യുന്നത് ഫ്യൂസിഫോം കാമ്പിയൽ ഇനിഷ്യൽസ് കൊണ്ടാണ്. ഇനി കാമ്പിയത്തിലെ റേ ഇനിഷ്യൽസ് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് റേ പാരൻകൈമ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ട് വേറെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഉള്ള ടോപ്പിക്കാണ്. ബട്ട് ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, ദാറ്റ് ഈസ് എൻഡ് ആർക്ക്, എക്സ് ആർക്ക്, മീസ് ആർക്ക്. നമ്മൾ
ഡൈക്കോട്ട് സ്റ്റെം മോണോക്കോട്ട് സ്റ്റെമൊക്കെ പഠിക്കുമ്പോഴേക്കും ഇത് എൻഡാർക്ക് എക്സാർക്കൊക്കെ വരും. ബട്ട് ഇത് നമുക്ക് കോമൺ ആയിട്ട് എന്താണെന്ന് നോക്കാം. അപ്പം എൻഡാർക്ക്, എക്സാർക്ക്, മീസാർക്ക്. എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസൈലം സെൻറ്ററിലേക്കും മെറ്റാസൈലം അങ്ങനെ തന്നെ പ്രോട്ടോസൈലം ടുവാർഡ്സ് സെൻറ്ററും മെറ്റാസൈലം എവേ ഫ്രം ദ സെൻറ്ററും ആണെങ്കിൽ എൻഡാർക്ക്. പ്രോട്ടോസൈലം എവേ ഫ്രം ദ സെൻറ്ററും മെറ്റാസൈലം ടുവാർഡ്സ് ദ സെൻറ്ററും ആണെങ്കിൽ എക്സാർക്ക്. ഈ പ്രോട്ടോസൈലത്തിന് ചുറ്റുമായിട്ട് മെറ്റാസൈലം സറൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് മീസാർക്ക് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ പ്രോട്ടോസൈലം സെൻറ്ററിലേക്ക് ഇരിക്കുന്നതിന് സെൻട്രിഫ്യൂഗൽ കണ്ടീഷൻ എന്നും മെറ്റാസൈലം സെൻറ്ററിലേക്ക് ഇരിക്കുന്നതിന് സെൻട്രിപെറ്റൽ കണ്ടീഷൻ എന്നും പറയും. ഇനി മീസാർക്കിലാണെങ്കിൽ ബോത്ത് സെൻട്രിഫ്യൂഗൽ സെൻട്രിപെറ്റൽ കണ്ടീഷൻ എന്ന് പറയാം. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഏത് നോക്കാം. ഒരു റൂട്ട് സ്ട്രക്ചറിൻ്റെ എക്സാർക്ക് കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, എക്സാർക്ക് സൈലം. ഇത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം. പ്രോട്ടോസൈലം മെറ്റാസൈലം അകത്തോട്ടും പ്രോട്ടോസൈലം പുറത്തോട്ടുമാണ്. അല്ലെങ്കിൽ മെറ്റാസൈലം സെൻറ്ററിൻ്റെയൊക്കെ അടുത്തേക്കും പ്രോട്ടോസൈലം സെൻറ്ററിൽ നിന്നും എവയാണ്. അപ്പം ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏത് കണ്ടീഷനാണ്? എക്സാർക്ക് കണ്ടീഷൻ. ഇനി തിരിച്ചാണ് വരുന്നതെങ്കിൽ അത് എൻഡാർക്ക് കണ്ടീഷൻ. ഇനി പ്രോട്ടോസൈലത്തിന് ചുറ്റുമായിട്ട് മെറ്റാസൈലം ഇങ്ങനെ ഫോം ചെയ്യുവാണെങ്കിൽ അതാണ് മീസാർക്ക് കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തെന്ന് പറയുന്നത് സൈലത്തിൻ്റെ ഫംഗ്ഷൻ. സൈലം ജസ്റ്റ് നമ്മൾ ഇത്രയും സൈലം ഫൈബേഴ്സും പാരങ്കൈം ട്രക്കൈറ്റ്സും വെസൽസും എല്ലാം പറഞ്ഞു. അപ്പോൾ അവസാനത്താണ് സൈലത്തിൻ്റെ ഫങ്ഷൻസ്. ഇറ്റ് കണ്ടക്ട്സ് ദ വാട്ടർ ഫ്രം ദ റൂട്ട്സ് ടു ലീവ്സ്. ഇറ്റ് സപ്പോർട്ട്സ് ആക്ട്സ് എസ് എ സപ്പോർട്ടിംഗ് മെക്കാനിക്കൽ ടിഷ്യൂ. ദ സൈലം പാരങ്കൈമ സ്റ്റോർസ് വാട്ടർ, സ്റ്റാർച്ച് ആൻഡ് ഫാറ്റ്സ്. റേഡിയൽ കണ്ടക്ഷൻ ഈസ് ബൈ ദ റേ പാരങ്കൈമ. സോ സൈലത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ നമുക്കറിയാം, വാട്ടറിനെയും മിനറൽസിനെയൊക്കെ റൂട്ട്സിൽ നിന്നും ലീവ്സിലേക്ക് കണ്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെയുള്ളത് എന്താ? ഒരു മെക്കാനിക്കൽ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻസൊക്കെ പറഞ്ഞതാണ്. മാത്രമല്ല അതിൽ സൈലം പാരങ്കൈമ കുറച്ച് വാട്ടേഴ്സിനെയും സ്റ്റാർച്ചിനെയും ഫാറ്റ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഫങ്ഷൻസും ഉണ്ട്. ഇനി സൈലം പാരങ്കൈമയിൽ തന്നെയുള്ള റേ പാരങ്കൈമ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ക്യാമ്പേദിലെ റേ ഇനിഷ്യൽസിൽ നിന്ന് ഫോം ചെയ്യുന്ന റേ പാരങ്കൈമ റേഡിയൽ കണ്ടക്ഷനും, അപ്പോൾ റേഡിയൽ ടൈപ്പായിട്ടുള്ള കണ്ടക്ഷനെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് മെയിൻലി സൈലത്തിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി വേറെയുള്ള അതിനകത്തുള്ള ടോപ്പിക്കാണ് പ്രോട്ടോസൈലോ മെറ്റാസൈലോ. നമ്മൾ പഠിച്ചില്ലേ പ്രോട്ടോസൈലം എന്താണ്, മെറ്റാസൈലം എക്സാർക്ക്, എൻഡാർക്ക്, മീസാർക്ക് കണ്ടീഷൻ പഠിച്ചു. ഇനി ഈ പ്രോട്ടോസൈലത്തിൻ്റെയും മെറ്റാസൈലം എന്താണ്, അതിൻ്റെ ഡിഫറൻസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം. അത് ഈ വീഡിയോയിൽ ഞാൻ പറയാത്തത്, ഇത് വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ഇത്രയാണ് സൈലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസിലെ സൈലം നല്ല ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഈ നോട്ടിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ ഒന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് ടെസ്റ്റ് കണ്ടാൽ അറിയാം, പ്രത്യേകിച്ച് കോംപ്ലിമെൻ്ററി ബോട്ടണിക്കാർ ടെസ്റ്റ് കണ്ടാൽ അറിയാം, നല്ല ഡീപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് പഠിക്കണം. ജസ്റ്റ് ഈ നോട്ട് മാത്രം നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഈ നോട്ടിൽ നിന്നുള്ളത് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇനിയിപ്പം നോട്ടിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും ഉണ്ട്. മാത്രമല്ല ഒരു കോംപ്ലക്സ് ടിഷ്യൂസ് എന്താണെന്നൊരു എസ്സേ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ചുരുക്കി ഒന്ന് എഴുതിയാൽ മാത്രം മതി. സോ ഇതാണ് എന്ത് പറയുന്നത്, സൈലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസിലെ സൈലം പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഫ്ലോയം പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഫ്ലോയം പാർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള biomate@gmail.com എന്ന മെയിലിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. And thank you so much and see you soon.